MTN News, Malayalam Television Network. തൻവീറുൽ ഇസ്ലാം അക്കാദമിക്ക് കീഴിൽ ഊരകം പുള്ളിക്കല്ലിൽ പുതുതായി ആരംഭിക്കുന്ന ശരീഅത്ത് അക്കാദമി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പഠനാരംഭവും വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കോഴിക്കോട് കാളി സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനാകും. സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സയ്യിദ് മുഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് കെ മൻസൂർ കോയ തങ്ങൾ, സയ്യിദ് അലി അക്ബർ തങ്ങൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൻവീറുൽ ഇസ്ലാം ശരീഅത്ത് അക്കാദമി എന്ന പേരിൽ ഏതാണ്ട് 3 വർഷമായി വേങ്ങരയിൽ, ഇപ്പോൾ കാരാത്തോട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഇസ്ലാമത വിജ്ഞാന പഠന കേന്ദ്ര സമുച്ചയത്തിൻ്റെ ആദ്യത്തെ പടിയായുള്ള ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനും അറിയിക്കാനുമാണ്. അവിടെ ഈ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് തൻവീറുൽ ഇസ്ലാം ശരീഅത്ത് അക്കാദമി എന്ന, നമ്മളൊക്കെ അറബി കോളേജ് എന്ന് വിളിക്കുന്ന ശരീഅത്ത് പഠന സംവിധാനമാണ്. പാരമ്പര്യ രീതിയിലുള്ള മത പഠനവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പൊതുവൈജ്ഞാനിക പുരോഗതിക്ക് വേണ്ടിയുള്ള ആസൂത്രണങ്ങളും പൊതുവൈജ്ഞാനിക രംഗത്തും സാമൂഹ്യ രംഗത്തും നല്ല പൗരന്മാരെ വാർത്തെടുത്ത് രാഷ്ട്രത്തിനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനും മുതൽക്കൂട്ടാകുന്ന നല്ല പൗരന്മാരായി ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൻവീറുൽ ഇസ്ലാം ശരീഅത്ത് അക്കാദമി എന്ന സ്ഥാപനം ഈ സമിതിക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഠനാരംഭം കുറിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച 2026 മെയ് 1 വെള്ളിയാഴ്ച 7 മണിക്ക് ഊരകം മേൽമുറി ഇതാണ് ഈ പ്രദേശത്തുള്ളത്. പുള്ളിക്കല്ല് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത്. കാരാതോട്ടിൽ നിന്ന് ഇങ്കൽ റോട്ടിലേക്ക് കുറച്ച് നടന്നു ഉള്ള സ്ഥലത്താണ്. അവിടെ ഇതിനു വേണ്ടി കുറച്ച് സ്ഥലം എടുത്ത് അഭ്യുദയകാംക്ഷികളായ ദീനി സ്നേഹികളായ നല്ല വ്യക്തികൾ കുറച്ച് സ്ഥലം വഖഫ് ചെയ്യുകയും വേറെ ചില ആളുകൾ സഹകരിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് സ്ഥലമെടുത്തിട്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ഒരു ശരീഅത്ത് കോളേജ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശരീഅത്ത് കോളേജിൽ ആ പള്ളിയുടെ ഉദ്ഘാടനം ഈയിടെയായി, വലിയ കുട്ടിക്കോശങ്ങളൊന്നും ഇല്ലെങ്കിലും ഈയിടെയായി ഗംഭീരമായ രീതിയിൽ തന്നെ അറബ് നാട്ടിൽ നിന്ന് അതിനുവേണ്ടി സഹായങ്ങളൊക്കെ ചെയ്ത നമ്മുടെ കേരളത്തിൽ പിന്നെ സാമൂഹ്യ രംഗത്തും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സഹകരിക്കുന്ന ചില അറബികൾ ഇവിടെ വരികയുണ്ട്. അങ്ങനെ അവരുടെ ഒരു സാന്നിധ്യവും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പള്ളി ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ മതവിജ്ഞാന പ്രാർത്ഥനാ സദസ്സും അതോടൊപ്പം തന്നെ പഠനാരംഭവും കൂടിയാണ് ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുന്നത്. അന്നേ ദിവസം നിർവഹിക്കുകയാണ്. അതിൽ വളരെ പ്രമുഖരായ പല ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഷെയ്ഖുന കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമസ്ത വൈസ് പ്രസിഡന്റാണ്. സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ കോഴിക്കോട്ട് ഖാദിയാണ്. പിന്നെ കുറെ ആളുകളുടെ പേരുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. സയ്യിദ് മൊയ്നുദ്ദീൻ ജിഫ്രി തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് SKSF സംസ്ഥാന പ്രസിഡന്റാണ്. സയ്യിദ് മൻസൂർ കോയ തങ്ങൾ നമ്മുടെ ഈ ബ്ലോക്ക് പ്രസിഡന്റാണ്. അലി അക്ബർ തങ്ങൾ
സയ്യിദ് ഫഖ്റുദ്ദീൻ ഹസനി തങ്ങൾ, ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹം പ്രമുഖ പ്രഭാഷകനും വാഗ്മിയുമാണ്. വളരെയധികം ശ്രോതാക്കളുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാജഹാൻ റഹ്മാനി എന്ന മഹാൻ. അബ്ദുൽ ഗഫൂറുൽ ഖാസിമി സാമൂഹ്യ രംഗത്തൊക്കെ പ്രധാനിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് മുഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ, സൈനുദ്ദീൻ ഫൈസി ഊരകം, കെ അബ്ദുറഹ്മാൻ, അനീർ തങ്ങൾ, ഉവൈസ് ഫൈസി, ആഷിഫ് സനായി, സൈനുൽ ആബിദ് വാഫി, നിസാമുദ്ദീൻ ഫൈസി എന്നിവർ പങ്കെടുത്തു. MT ന്യൂസ് വേങ്ങര. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.